അങ്ങനെ നമ്മള് സാനിയയിൽ എത്തിയിരിക്കുകയാണ്. ചോങ്ചിങ് എന്ന വലിയ സിറ്റി ഒഴിവാക്കി വളരെ ചെറിയൊരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. ആരാണ് പേരെന്താ? യാക്കൂബ്. യാക്കൂബ് കള്ള ടാക്സിക്കാരനാണ്. നമ്മളിപ്പോ മൊത്തം 3-4 കള്ള ടാക്സി ആയിപ്പോ. ഈ കള്ള ടാക്സി എന്ന് പറയുമ്പം അവരുടെ കാർ ഉപയോഗിച്ച് ഓടുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അല്ലാതെ പറഞ്ഞു വരുമ്പോ ഇവിടെ മുഴുവൻ കള്ളന്മാരാന്ന് പറഞ്ഞു. അപ്പൊ യാക്കൂബ് 5 ആൾക്കാരെ പെട്ടിയൊക്കെ കൂടെ കൂടിയിട്ട് 50 യുവാന് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. അടിപൊളി വണ്ടി. യാക്കൂബ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ. ഇതാണ് യാക്കൂബിന്റെ വണ്ടി. ഇത് ചൈനീസ് ഇലക്ട്രിക് വണ്ടി കേട്ടോ. അയ്യോൺ യാക്കൂബിന്റെ കൂടെ പോയി. ഇത് ഇലക്ട്രിക്കാ? ഇത് ഇലക്ട്രിക്കാണല്ലേ? നീ ഷമാ മിൻസ? ദാവൂദ്. അസ്സലാമു അലൈക്കും. എനിക്ക് സംശയമുണ്ട്. ഞാൻ വീഡിയോ എടുക്കാം. ഫുള്ള് സെറ്റ്. ഇവന്മാരെ തോപ്പിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഇവന്മാര് തന്നെ വിചാരിക്കും. അല്ല, ഇവന്മാരുടെ ഇടയിലേ എന്തെങ്കിലും ഒരു സ്പർദ്ധ ഉണ്ടാക്കിയേ നടക്കുള്ളൂ. അതിനുള്ള പരിപാടി ഇവര് ഒപ്പിക്കുന്നുണ്ടോ? എന്ത് മതം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇവരോ? ഇവരല്ല, നമ്മളല്ലേ? നമ്മളൊക്കെ അതല്ല പറഞ്ഞത്. ഇവരെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനെ വല്ല നടക്കുള്ളൂ. ഹിന്ദു പാകിസ്ഥാൻ ഇവന് നമ്മുടെ ഡ്രൈവർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് നമ്മൾ പാകിസ്ഥാൻകാരാണോ. അപ്പൊ ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ, തമ്മിൽ അടിയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇവർ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഇവരുടെ നാട്ടിലേ നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയത്തുള്ളൂ തോന്നുന്നുണ്ട്. അത് മാത്രമേ ഇവരെ അറിയിക്കത്തില്ല. അതെ, നല്ല ഇവരുടെ ഉള്ളിൽ നടക്കുന്ന ചീത്ത കാര്യങ്ങൾ ഇവർ അറിയില്ല. പുറത്ത് നടക്കുന്ന കംപ്ലീറ്റ് ചീത്ത കാര്യങ്ങൾ ഇവർ അറിയിക്കും. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മുടെ 3rd ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻ സാനിയ. അപ്പം നേരത്തെ പറഞ്ഞു, സാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈനാൻ പ്രൊവിൻസിലുള്ള ഒരു ബീച്ച് സിറ്റിയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ബീച്ച് ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ ചോങ്ചിങ്ങിൽ നിന്ന് വന്നപ്പം ഉള്ള ഒരു എന്താ പറയുക രീതിയല്ല പൊതുവെ സാനിയയിലുള്ളത്. അത്രയ്ക്ക് ഡെവലപ്ഡ് അല്ല. അപ്പം ചോങ്ചിങ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഡെവലപ്ഡ് ആയിരുന്നു. അവിടുന്ന് മാറി ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റും കോസ്റ്റൽ ഏരിയ പോലെ കുറച്ച് ചൂടുള്ള ഒരു ക്ലൈമറ്റാണ്. അവിടെ നല്ലൊരു നേരിയ തണുപ്പായിരുന്നു. 22 ഡിഗ്രി ഒക്കെ ആയിരുന്നു. ഇവിടെ കുറച്ചുകൂടെ ചൂടുണ്ട്. അതിന് പുറമെ ഇവിടെ റൂമിൽ കയറിയപ്പോൾ നമ്മുടെ ചോങ്ചിങ്ങിൽ കിട്ടിയ പോലെ അത്ര വൃത്തിയൊന്നുമില്ല. എനിവേ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഏകദേശം 2 മണിയായി രാവിലെ പുലർച്ചെ. അപ്പം പക്ഷെ ആ സമയത്ത് തന്നെ അവർ വന്ന് എല്ലാം ചെയ്ത് തന്നു. മറ്റെടുത്ത് ഒരു കോണ്ടാക്ട്ലെസ് ചെക്ക് ഇൻ ആയിരുന്നു. അവർ നമുക്ക് പാസ്വേഡ് നമുക്ക് ഇവിടെ വീചാറ്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ് അവർ നമുക്ക് എന്താ പറയുക പാസ്വേഡൊക്കെ വന്ന് അവർ ചെയ്ത് തരേണ്ടി വന്നത് ചോങ്ചിങ്ങിൽ. അല്ലെങ്കിൽ നമുക്ക് വീചാറ്റ് ഉണ്ടെങ്കിൽ എല്ലാം വീചാറ്റ് ത്രൂ ആണ്. അവർ പാസ്വേഡ് എല്ലാം അയച്ചു തരും. നമ്മളത് കൊണ്ടുപോയി അടിക്കുക, കയറുക, ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ റൂം വന്നിട്ടുള്ളത്. ഇവിടുന്ന് കണ്ടോ, അതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാനിയ ബേ, ഇവിടെ 2-3-4 ബേസ് ആണുള്ളത്. അതായത് ഒന്ന് സാനിയ ബേ, പിന്നെ യാലോങ് ബേ, ദാദോങ് ഹായ് ബേ, ഹൈതാങ് ബേ. അപ്പം ഇങ്ങനെ ഈ 4 ബേസിനും ഡിഫറെൻറ്റ് എന്താ പറയുക ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് സാനിയ ബേയിലാണ്, എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സാനിയ ബേയിൽ. സോ ഇതാണ് നമ്മുടെ റൂം. ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ബാത്റൂം അത്ര വൃത്തിയില്ല. ബാത്റൂമിനകത്ത് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. സൗകര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാം കുറച്ച് പഴയതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടബ് ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് സീ ഫേസിങ് ഒരു നല്ല വ്യൂ ഉണ്ട്. അപ്പൊ ഇന്നലെ നമുക്ക് കിട്ടിയ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ദാവൂദും യാക്കൂബും. അപ്പൊ യാക്കൂബ് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഇവിടെ കറങ്ങണമെങ്കിൽ അവനെ വിളിച്ചാൽ മതി, കുറഞ്ഞ റേറ്റിന് ചെയ്തു തരാന്ന്. അപ്പൊ നമ്മളിവിടെ വിചാരിച്ചത് ആക്ച്വലി സ്കൂട്ടി ഉണ്ടല്ലോ, ഇലക്ട്രിക് സ്കൂട്ടി എടുത്തിട്ട് റെന്റ് ചെയ്തിട്ട്
പോവാന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഒരു സ്കൂട്ടിക്ക് ഏകദേശം ഒരു 40 മുതൽ 60 യുവാൻ വരെ, അതായത് ഒരു 400, 500, 600 ആ റേഞ്ചിലാണ് ഇവിടെ റേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ കുറച്ച് ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, ടാൻ അടിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞത് 2600 രൂപ, അതായത് 260 യുവാനാണ് ഒരു ദിവസം ഫുള്ള് കറക്കാൻ. അപ്പൊ നമ്മുടെ ഷുഹൈബിക്ക അവൻ്റെ അടുത്ത് ബാർഗൻ ചെയ്ത് അവസാനം 150 യുവാൻ, അതായത് 1500 രൂപക്ക് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും AC വണ്ടിയിൽ മൊത്തം സാനിയ കറങ്ങാം. അതെ 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 അതെ. എന്താണ് ചോങ്ചിങ്ങിന്ന് വലിയൊരു മാറ്റം വന്നത് വെതർ മാറ്റം തന്നെയാണ്. വെതർ നല്ലൊരു തണുപ്പിൽ നിന്ന് അതിയായ ശക്തമായ ചൂടിലേക്ക് ഇവിടെ ഇനി കളി മാറും. വേണ്ട, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടല്ലേ. നല്ല വ്യൂ അടിപൊളിയാണ്. ഈ ബാൽക്കണി നോക്കിയേ. സോ ഗൈസ്, നമ്മുടെ സാനിയയിലെ ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ്. ഏകദേശം ഉച്ചയായിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൂണായി. യാക്കൂബ് അവിടെ വെയിറ്റിംഗ് ആണ് ഗേറ്റിന്റെ പുറത്ത്. സോ വിൽ ഗോ. കണ്ടോ, ഇതാണ് ചൈനയിലെ ഹവായി എന്ന് പറയുന്ന സ്ഥലം. കണ്ട, കുറച്ച് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മുടെ ഒരു GTA വൈ സിറ്റിയിലൊക്കെ കാണുന്ന ബിൽഡിംഗ് പോലെ, ഡയാസിന്റെ മാൻഷൻ പോലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാണാനുള്ളത്. രസം കാണാൻ. അപ്പൊ യാക്കൂബ് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. വലിയ വണ്ടി കൊണ്ട് വരാന്നാ പറഞ്ഞു. ഇന്നലെ വന്ന വണ്ടി തന്നെയാണ്. ഹലോ ഹലോ ഹലോ. യാക്കൂബ് വലിയ വണ്ടി ഇല്ലാത്തതുകൊണ്ട് 2 വണ്ടി കൊണ്ടാണ് വന്നിട്ടുള്ളത്. 2 വണ്ടി കൊണ്ട് വെറും 150 യുവാന് മൊത്തം. പക്ഷെ ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ കാണിക്കാനുള്ളതെന്നേ ഇന്നേ, ഇല്ലെങ്കിൽ ആശാൻ ചിലപ്പോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അവനെ ഇപ്പൊ ക്ഷീണിക്കും, ചൈനീസ് പറഞ്ഞിപ്പോ ക്ഷീണിക്കും. ഓക്കെ, അപ്പൊ യാക്കൂബിന്റെ ഫ്രണ്ട് ദാവൂദും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ദാവൂദിന്റെ വണ്ടി, അത് യാക്കൂബിന്റെ വണ്ടി. അപ്പൊ ഇതിലാണ് നമ്മൾ വന്നത്. ഇതിലാണ് നമ്മളെ കറക്കം ഇന്ന്. കമാൺ. ഇത് ഡ്രൈവറെ സൈഡാലേ. സൈഡ് മാറി. വിന്തം റിസോർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലാ റിസോർട്ട്സും ഉണ്ട്. ഹിൽട്ടൺ, ഹോളിഡേ ഒക്കെ ഉണ്ട്. ഈ കോസ്റ്റൽ ഏരിയാസിലെ ഈ പനകളും ഈ റോഡ് നല്ല രസം കാണുന്നുണ്ട് അല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. 2 സൈഡിലും തെങ്ങാണ്. സ്കൂട്ടി എടുത്തിരുന്നെങ്കിൽ പോനേ ഇന്ന് നമ്മള് റൂമിലെത്തുമ്പോഴത്തേക്ക് കരിഞ്ഞു പോയനെ. ചൂട് അങ്ങനെ ഇങ്ങനെ പോകുന്നില്ല. AC ഫുൾ സ്പീഡിലിട്ടാണ്. അത് ഒന്നാമത് എന്താ പറയാ, നമ്മളാ ചോങ്ചിങ് അത്രയും തണുപ്പത്തുനിന്ന് വന്നോണ്ടാണ്. വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പറയാതിരിക്കറിയാം. ഇവിടെയും നല്ല വീതിയുള്ള റോഡുകളും നല്ല വൃത്തിക്ക് സൂക്ഷിച്ച ടൗണുകളൊക്കെയാണ്. ചൈനയിൽ എവിടെ പോയാലും അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ സൈറ്റ് ഒക്കെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അവന്മാര് നമ്മൾ കൊണ്ട് നടന്ന് ഏറ്റവും നല്ല ഫുഡ് കിട്ടേണ്ട സ്ഥലം കൊണ്ട് കാണിച്ചു തരും. ഇപ്പൊ ഇവന്മാര് തന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യം പറഞ്ഞത് ബീഫ് നൂഡിൽസ് കൊണ്ടുപോയി കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പോണത്. ഈ ഏരിയ മൊത്തം മുസ്ലിം ഏരിയ എന്നാ പറയുന്നത്. ഇവിടെ നല്ല ന്യൂറോമിയൻ, അതായത് നല്ല ബീഫ് നൂഡിൽസ് കിട്ടും എന്നാണ് പറയുന്നത്. തീപ്പായി കഴിച്ചു ബാ. ഇവിടെ ചെറിയൊരു പള്ളി ഉണ്ട്, അവിടെ വലിയൊരു പള്ളി ഉണ്ട് എന്ന് പറയുന്നത്. നിസ്കരിക്കാൻ ഇവിടെ പറ്റും. പക്ഷെ ഷിൻജിയാങ്ങിൽ ഇപ്പൊ അവര് നിസ്കരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ ആക്ച്വലി ഈ ട്രിപ്പില് ഷിൻജിയാങ്ങിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചത്. കുറച്ച് പണിയാണ് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പെർമിറ്റ് വേണം. അപ്പൊ അവിടെ ഉള്ള ഒരു പയ്യൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോങ്ചിങ്ങിൽ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു പയ്യൻ സഹായിക്കാന്ന് പറഞ്ഞിരുന്നു. അവൻ അവിടെ വണ്ടിയുണ്ട്. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ ദൂരം, നമ്മുടെ ഈ നിൽക്കുന്ന സിറ്റിയിൽ നിന്നൊക്കെ ഷിൻജിയാങ് ഭയങ്കര ദൂരമാണ്. പിന്നെ അവിടേക്ക് സ്ലോ ട്രെയിൻ എടുത്ത് പിന്നെ ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് കുറച്ച് പണിയാണത്. അപ്പൊ നമ്മൾ ആക്ച്വലി വിചാരിച്ചത് ഷിൻജിയാങ്ങിൽ പോയി ഷിൻജിയാങ്ങിൽ നിന്ന് ബസ് വഴി നമ്മൾ കസാഖിസ്ഥാനിൽ പോകണം എന്നായിരുന്നു പറയാൻ. അതൊരു അടിപൊളി ട്രിപ്പ് ആയനെ. പക്ഷെ അതിന്റെ കോസ്റ്റും പിന്നെ അതിന്റെ റിസ്ക്കും ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ തൽക്കാലം ഒരു റിസ്ക് ഫ്രീ സാധനം ആണ് ഇപ്രാവശ്യം ചെയ്തത്. അപ്പോ ദാവൂദ് നമുക്ക് ന്യൂറോമിയാൻ ബീഫ് നൂഡിൽസ് കിട്ടുന്ന കട നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ പോണേ ഇറങ്ങിക്കോ.
അവൻ പാർക്ക് ചെയ്തോളാം. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ അത്ര ചൂടില്ലടാ. വെയിലടിക്കുമ്പോൾ കുറച്ച് ചൂടുന്നു, വെയിലില്ലാത്ത സ്ഥലത്ത് കുഴപ്പമില്ല. ഇവിടെയാണ് ഇതാ ആണ്ടേ ആ കടയാണ് ന്യൂറോമിയാൻ കിട്ടുന്ന കട. വേഗം ഇതാ ഇവിടെ മുസ്ലിങ്ങൾ എന്താ പോണു പ്രോപ്പർ താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇവിടെ അടിപൊളി ന്യൂറോമിയാൻ കിട്ടും അവനയ്യേ. ഇതെന്ത് വണ്ടി പോണത്? ഇലക്ട്രിക് ആണത്? ഇലക്ട്രിക്കിന്റെ ലോറിയോ? ഇലക്ട്രിക് ആണ്. ഇതവിടെ മുസ്ലിം സ്ത്രീകള് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടാ. ഉണ്ടാ ഇത്ര ചീപ്പായിട്ട് ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടാക്സി കിട്ടുമോ? 1500 രൂപക്ക് 2 ടാക്സി, നല്ല അടിപൊളി വണ്ടികൾ, ഫുൾ ഡേ കറങ്ങാനായിട്ട്. ഓയ് നാട്ടിലേ 1500 രൂപയ്ക്ക് ഫുൾ ഡേ കറങ്ങാൻ 2 ടാക്സി, ഇത്രയും നല്ല വണ്ടികൾ എവിടെയും കിട്ടും ലോകത്ത്? ലോകത്ത് എവിടെയും കിട്ടൂല. എന്താ പറയാ അക്കുവിന്റെ ഭാര്യ ഇത് ഫേമസ് കടയാന്ന് തോന്നുന്നുണ്ടാ. ആൾക്കാരുണ്ട്, മാന്യമായ റേറ്റ് അല്ലേ? എല്ലായിടത്തും ഉള്ള റേറ്റ് പോലെ തന്നെ. ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടേ കൊല്ലലില്ല. ആ സൂപ്പ് കുടിക്കാൻ തന്നെ വല്ലാത്ത രസമായിരുന്നു. ഈ ടൂറിസ്റ്റ് ഏരിയകളിൽ ഒരു പൊതുവേ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സി ഡ്രൈവർമാര് കട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ കൊണ്ടാക്കി കൊടുത്തിട്ട് അതിന് കട്ട്സ് മേടിക്കും, കമ്മീഷൻ പരിപാടി. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല റെസ്റ്റോറൻ്റ് ആണ്, വളരെ ചീപ്പ്. ഇത്രയും പൊതുവെ നമ്മൾ ചൈനയിൽ ഷിൻജിയാങ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏതെങ്കിലും ഒരു മൂലക്കുള്ള ഒരു ചെറിയ 1 ഷട്ടർ റൂമൊക്കെ ആയിരിക്കും. അപ്പം അതിൽ തന്നെ നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 16-17 യുവാൻ ഒക്കെയാണ് ഒരു ഡിഷിന് കിട്ടുക. പക്ഷെ ഒരു മാന്യമായ റേറ്റ് ആണ്. 16 to 20 പൊതുവെ ഇവിടെ റേറ്റ്. ഇത്രയും വലിയ റെസ്റ്റോറൻ്റ് ആണ്, അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. ഇത് ചിക്കൻ മട്ടനാണോ തോന്നിട്ടത്? മട്ടൺ അല്ലെങ്കിൽ ബീഫ്? ബീഫ് ആയിരിക്കും അല്ലേ? ന്യൂറോ തങ്ങ. ഇത് വലിയ നൂഡിൽസ് ആട്ടല്ലേ? വലിയ നൂഡിൽസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറിയ മിയാൻ, അതായത് ചെറിയ നൂഡിൽസിന്റെ ഇതാണ്. അത് ചെറിയ നൂഡിൽസാണ്. ഇത് കുറച്ചുകൂടെ വലിയ നൂഡിൽസ്, അതാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ദിസ് വൺ ഇതാണ് ദീർഘ. ഇത് ചെറിയ നൂഡിൽസ്. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇത് നൂഡിൽസ് അല്ല, ഇത് ജാവ്സി എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ഡംപ്ലിംഗ് ആണ്. അതിനകത്തോട്ട് ഫില്ലിംഗ് ഉണ്ടാവും. ന്യൂറോ ഫില്ലിംഗ് ആയിരിക്കും, അതായത് ചിലപ്പോൾ ബീഫിന്റെ ഫില്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രമായിരിക്കും. അല്ല ഗൈസ്, എന്താണ് അഭിപ്രായം? എവിടെ താൻ മലയാളത്തിൽ പറ, അതൊരു മലയാളികൾക്കുള്ള വ്ളോഗാണ്. എങ്ങനെയുണ്ട് നിശാക്ക? റിയലി അമേസിങ്. യാക്കൂബ് അപ്പൊ നമ്മളെ പറ്റിച്ചില്ല. അതെ, ഇങ്ങനത്തെ ലോക്കൽസിന്റെ കൂടെ നടന്നുള്ള ഒരു ഗുണതാട്ടോ അല്ലേ? മറ്റേത് നമ്മള് സ്ട്രീറ്റിൽ കാണുന്ന ഏതെങ്കിലും ഫുഡ് കയറ്റി നമ്മൾക്ക് പണി വാങ്ങും. നമ്മൾ ഇത്രയും പേര് കഴിച്ചിട്ട് 800 രൂപ, 80 യുവാൻ ആയിട്ടുള്ളൂ അല്ലേ? ചീപ്പാണ്, ഫുഡ് ചീപ്പാണ്. അല്ല, ഓരോ സിറ്റി മാറുമ്പോഴും അല്ലെങ്കിലും ഇപ്പം ഷെൻജനിലും ഗോങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും. വലിയ വലിയ സിറ്റി ഷാങ്ഹായിൽ പോകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ലോക്കൽ ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് ഫുഡ് കഴിക്കാം. പക്ഷെ അപ്പോൾ സൗകര്യങ്ങൾ കുറവായിരിക്കും. എനിവേ ഇറ്റ് വാസ് റിയലി നൈസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ചേച്ചി ജീറോമാ? 这个是鸡肉，这个是小鸡ഡക്കല്ലേ? ഇത് വിളിച്ചിട്ട് എന്തോ തരുന്നുണ്ട്. ആ ചിക്കൻ പോകാൻ പോയാ ചിക്ക പാനാണ്, പാന് എന്ത്
അത് കഴിച്ചാലല്ലേ? ഇത് ഇവിടുത്തെ ഇതാണ്, ചായയാണ്, തണുപ്പിച്ച ചായ, കോൾഡ് ടീ. ഈ സാധനം നാട്ടിറക്കി കൊടുത്ത ആളുകൾ പൊളിക്കും. ഇതില്ലാതെ നമുക്ക് കോൾഡ് ടീ എന്ന് പറയുന്നത് ഇതിൽ വന്ന വില 8 പേന 7 പേന അല്ലേ? 7 പേനാണ്. ഇവിടെ വന്ന് യഥാർത്ഥ വില 4 രൂപ. ഇതാണ് യഥാർത്ഥ വില. 20 രൂപ. വിലക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഇതാണ് ഇവൻ പറഞ്ഞ പള്ളി കേട്ടോ, മുസ്ലിം പള്ളി. ഹൈനാലിൽ ആക്ച്വലി മുസ്ലിംസ് ഉണ്ട് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ മുസ്ലിം പള്ളി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ശിഷ്യനി അവിടെ വലിയ പള്ളിയാണല്ലോ. ഇഷാക്ക ഇവിടെ ഒന്ന് നിസ്കരിക്കണ്ടോന്ന്, എന്നിട്ട് അത് വീഡിയോ എടുക്കണം എന്തായാലും. ഇവിടുത്തെ പള്ളി, കാരണം ചൈനയിലെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഇത് എന്നാണ് ഇനിയിപ്പോൾ അടുത്ത പൊളിക്കാന്ന് പറഞ്ഞിട്ടില്ല. പൊതുവെ ചൈനയിൽ കാണാത്തൊരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കാണുന്നില്ല അല്ലേ? ഇംഗ്ലീഷിൽ ഇത് പോകുന്നുണ്ട്, സ്ക്രോളിങ് പോകുന്നുണ്ട്. പൊതുവെ ഇവിടെ ഫോറിനേഴ്സ് കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഇംഗ്ലീഷിൽ ബസ്സിൽ ബോർഡിങ് ഉള്ളത്. അതാ പോലീസുകാർ ഇതാ പോണു. ഇവിടെ മറ്റൊരു പള്ളി ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇതാ പള്ളി, അടുത്ത പള്ളി. ഇത് വലിയ അവിടൊക്കെ വലിയ പള്ളി കേട്ടോ. അത് പോണം. 中国没有小偷，没有抢劫。抢劫是什么意思？抢劫，小偷就2个手指。അതായത് ഇപ്പൊ പറഞ്ഞത് നമ്മള് ചൈന എങ്ങനെയുണ്ട്, ഷീ ജിൻപിങ് എങ്ങനെയുണ്ടെന്ന് വെച്ച് പറഞ്ഞു. ചൈന അടിപൊളിയാണ്, ഷീ ജിൻപിങ് അടിപൊളിയാണ്. ഇവിടെ പൊളിറ്റിക്സ് ഇല്ല, മാത്രല്ല ഇവിടെ കൈക്കൂലി അങ്ങനെ പരിപാടി ഇല്ല എന്നാണ് അവന് പറഞ്ഞത്. ഇവിടെ ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന പരിപാടി ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത് തോന്നുന്നു. ഈ പറഞ്ഞ എന്തൊക്കെയോ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ അടിപൊളിയാന്നാണ് പുള്ളി പറഞ്ഞത്. സത്യമാണ്, ഇവിടെ പൊളിറ്റിക്സ് ഇല്ല. അപ്പൊ അതായത് ഏത് പാർട്ടിക്കാരനാന്നുള്ള പ്രശ്നമില്ല. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് മതമില്ല. അപ്പൊ പിന്നെ ഏത് മതക്കാരനാണെന്നുള്ള പ്രശ്നമില്ല, ഏത് ജാതിക്കാരനാന്നുള്ള പ്രശ്നമില്ല. പിന്നെ എല്ലാവർക്കും ഒറ്റ ലാംഗ്വേജ് ആണ്. അപ്പൊ പിന്നെ മറ്റേ ഭാഷ പറയുന്നവന് ഈ ഭാഷ പറയുന്നവന് എന്നുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര യൂണിറ്റിയാണ്. യൂണിറ്റി ഇല്ലെങ്കിൽ ഞാൻ വരുത്തും, അതാണ് ഷീ ജിൻപിങ് ലൈൻ. നിഷാദൊക്കെ കാല് കയറ്റി വെച്ചാലും ഇവിടെ സ്പേസ് ഇത്രയും ബാക്കിയാണ്. വണ്ടികൾ ഇവന്മാരുടെ, അത് ഇവന്മാരുടെ പണ്ട് എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യമാണ് ഈ ചൈനീസ് കാറുകൾ ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. അത് അങ്ങോട്ട് തീർത്തു കൊടുക്കും. അല്ല, എന്ത് സാധനം ഇവരെ കുറ്റം പറഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും ഇവര് നന്നാക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് നല്ല പറയിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഫീനിക്സ് സിറ്റി ഐലൻഡിലേക്കാണോ പോണത്? ഇവന്മാരുടെ അടുത്ത് നമ്മൾ 2-3 സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിപ്പോ വേറെ ഏതോ ഒരു സ്ഥലത്താണ് കൊണ്ടേ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ മറ്റേ യോട്ടിൽ പോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. കുറെ യോട്ടുകൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ട് ഭയങ്കര റിച്ച് ആണെന്നാണ് ഇവന്മാരെ വിചാരം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെ ബാർഗെയിൻ ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നാനുള്ളൊരു ചാൻസ് കാണാനും കുറവാണ്. എന്നാലും അറിയില്ല, നോക്കാം എന്താണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ആ വണ്ടി കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ഷേപ്പുള്ള വണ്ടി. ഇതാണ് ആ വണ്ടി. ഷേപ്പ് നോക്കിയേ. കണ്ടോ? ഇതാണ് ഒരുത്തന്നെ രാവിലെ എണീറ്റ് ഉറക്കണീറ്റപ്പം അതിന് തോന്നിയ ഷേപ്പാന്ന് തോന്നുന്നുണ്ട്. അവന്മാരിവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട്. എന്തോ പണിയാണ് മക്കളെ. ഇതെല്ലാം കൂടെ ചെയ്യാനല്ലേ? ഇത് ഇന്ന് വേണ്ട, നാളെ മതി. അത് പറഞ്ഞല്ലോ അവരടുത്ത്. അല്ല, ഇവിടെ കാണാനൊക്കെ ഉള്ളുണ്ട്. ഇവന്മാര് ഇതിപ്പോ നമ്മളെ കുടുക്കി ഇവന്മാർ ഇവിടെ കൊടുത്തിട്ട് ഇവന്മാർക്ക് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണ്. എന്ത് പറഞ്ഞാലും കേൾക്കണില്ല. ഇവര് വാട്ടർ സ്പോർട്സ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഇവിടെ യോട്ട് എടുക്കണം. വേണ്ട, യോട്ട് എടുക്കണം. അപ്പൊ യോട്ടിന് ഇവര് 1 മണിക്കൂറിന് ഇവര് പറയുന്ന പൈസ ഒരാൾക്ക് 280 യുവാനാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതായത് 2800 രൂപ ഒരാൾക്ക് 1 മണിക്കൂറിന്. ചീപ്പാണ്. നമ്മൾ ഗോവയിലൊക്കെ ചെയ്തപ്പോൾ വെച്ച് നോക്കുമ്പോൾ ചീപ്പാണ്. പക്ഷെ എങ്കിലും നമുക്ക് ഇമാരി വെയിലത്ത് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ വാട്ടർ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇതിലിങ്ങനെ
598 യുവാന് ഈ 3 വാട്ടർ സ്പോർട്സ്. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തായ്ലൻഡിൽ ഞങ്ങളിത് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ തായ്ലൻഡും ഇവിടെ ഒരേപോലെ അല്ല, ഇവിടെ വേറെ ടൈപ്പാണ്, ഇവിടെ ചെയ്തേ പറ്റൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവനാണെങ്കിൽ ഇവിടുന്ന് അനങ്ങുന്നില്ല, കുടുങ്ങി. പൈസ ഉണ്ടെങ്കിലും ഉമ്മാര് ചൂടത്തെ ചെയ്യാൻ വയ്യ. സോ ഗൈസ്, ഇവന്മാര് ഇത്രയും കുറഞ്ഞ പൈസക്ക് നമുക്ക് ടാക്സി തന്നത് ഈ ഒരു കാര്യം ഉദ്ദേശിച്ചാണ്. ഇവന്മാർക്ക് നമ്മളവിടെ ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ കമ്മീഷൻ അടിപ്പിക്കണം. അപ്പൊ അത് വിചാരിച്ചാണ് തോന്നുന്നുണ്ട് ഇവന്മാര് നമ്മളെ ഇതിലിട്ടത്. സോ ഗൈസ്, ചതിച്ചു ഗൈസ്. യാക്കൂബും ദാവൂദും ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഹോട്ടലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫോണ. അപ്പോ എന്താ വെച്ചാല് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞാണ് സാനിയല്ലേ അവിടെയൊക്കെ കാണിക്കണം എന്നുള്ളത്. ഇവന്മാർ നേരെ വാട്ടർ സ്പോർട്സിന് അവിടെ കൊണ്ടുപോയി. നമ്മളതിൽ എൻഗേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് വണ്ടി എടുത്ത് നമ്മളെ കൊണ്ടുപോകണ്ടല്ലോ, അതിൽ ഇവന്മാർക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇനിയിപ്പോ ഇവിടെ സ്കൂട്ടി എന്തെങ്കിലും റെന്റ് ചെയ്തിട്ട് ഇവിടെ കറങ്ങേണ്ടി വരും. നോക്കാം എങ്ങനെയാണ് പോകാൻ പറ്റുകയെന്നുള്ളത്. അവിടെ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 യാൻ വേണമെന്നാണ് പറയുന്നത്. ഇല്ല 80 തരുള്ളൂ എന്ന് പറഞ്ഞ അവസാനം 80 മാട്ടിൽ 80-നാക്കിയിട്ട് തോന്നുന്നത്. അതാ കൊടുക്കുന്നത്. കാരണം ഇവന്മാരിപ്പോ എന്താ ചെയ്ത പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തൊന്നും കൊണ്ടുപോയില്ല, നമ്മളെ പ്ലാൻ ആകെ തെറ്റിച്ചു. മാത്രല്ല നമ്മൾ ആക്ച്വലി ഇന്ന് സാന്യാബേയിലുള്ള 3 സ്ഥലങ്ങൾ കണ്ടിട്ട് ഇന്ന് വൈകുന്നേരം ഈ ദാദോങ് ഹൈ ബീച്ചിലേക്ക് വരും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ 3 സ്ഥലങ്ങൾ ഇപ്പൊ മിസ്സാക്കി നേരെ കൊണ്ടുപോയിട്ട് ദാദോങ് ഹൈ ബീച്ചിലോട്ട്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഇവിടുന്ന് ഇത്ര വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ബീച്ചിലേക്ക്. അത് നമ്മളങ്ങനെ നോക്കിയെടുത്തതാണ്, മാപ്പ് നോക്കിയിട്ട്. വെറും 200 മീറ്റർ ഡിസ്റ്റൻസ് ടു ദ ബീച്ച് അങ്ങനെ നോക്കിയെടുത്തതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം വണ്ടിയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ ഇറങ്ങി വേഗം ബീച്ചിലോട്ട് പോകാം. പിന്നെ അവിടെ താഴെ നെഗ്ഡി ഉണ്ട്, ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഈ സ്ട്രീറ്റിന്റെ 2 സൈഡിലും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കി നമ്മൾ എടുത്താണ്. ഇവിടെ ഒരു ഡയറി ക്വീൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഒരു സ്പോട്ട് നല്ലതാണ്. പക്ഷെ ഇവന്മാരിപ്പോൾ ഇത് ചതിച്ചു. ഇനിയിപ്പം ഈ സ്കൂട്ടികളൊക്കെ റെന്റ് ചെയ്യാനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് റെന്റ് ചെയ്തിട്ട് പോകാൻ നടക്കുള്ളൂ. നോക്കാം നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും. എന്തായില്ലേ അല്ലേ, ഓൻ വിചാരിച്ചേ നമ്മളെ കമ്മീഷൻ അടിക്കാന്ന്. പക്ഷെ ഇതാരാള് അല്ല എത്ര കൊടുത്തവര് സമയം ലേറ്റ് ആവും. ഇന്നലെ നമ്മൾ 50 പേരാണ് അത്രയും ദൂരം അല്ലേ മോനെ. അങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ട് റൂം കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഗൈസ്, ഒരു കട്ട പണി കിട്ടി. എൻ്റെ വേസ്റ്റ് ബാഗ് നമ്മൾ ആ മറ്റേ യോട്ടിന്റെ ആ വാട്ടർ സ്പോർട്സിന്റെ സ്ഥലത്ത് വെച്ച് മറന്നുപോയി. അതിനാണ് എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. അതിനകത്ത് പൈസ ഉണ്ട്, പൈസ പോയാൽ കുഴപ്പമില്ല. പക്ഷെ പാസ്പോർട്ട് അതിനകത്ത് ഇരിക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അവിടെ തിരിച്ചു പോയി നോക്കുകയാണ്. ഇനിയിപ്പോൾ ആകെ പെട്ടു. അത് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറോളായി കാണുമല്ലോടാ. ഇതേ വരുന്ന ഫെറാറി അല്ലത് കാരണം തൽക്കാലം ടാക്സി വിളിച്ചു പോകണം. നമ്മൾ ആ ദാവൂദിനെയും മറ്റവനെയും വിളിച്ചു. അവരെ വണ്ടിയിൽ ഇല്ലാന്നാ പറഞ്ഞത്. പെട്ടു അവിടെ ഇല്ലെങ്കിൽ പെട്ടു. അവിടുന്ന് വീണേനെ, വീഴ് എന്തെങ്കിലും ചെയ്തേനെ. അപ്പൊ ഞാനും പവനെയും കൂടെ അങ്ങോട്ട് പോയി നോക്കണേ. കാട്ടാതെ അവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഞാനിപ്പോ ബീജിങ്ങിലേക്ക് പോകേണ്ടി വരും പാസ്പോർട്ടിന്റെ കാര്യത്തിനാണ്. പക്ഷെ ഇവൻ ടാക്സി ഡ്രൈവർ പറഞ്ഞത് നിങ്ങളെ പാസ്പോർട്ട് എവിടെയും പോകില്ല, ആർക്കും ഇവിടെ പൈസ ഒന്നും വേണ്ട, അത് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആ ധൈര്യത്തിലായിരുന്നു ഇരുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, ഏതെങ്കിലും നമ്മളെ പോലത്തെ വിദേശികളുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തെങ്കിലും മതി. ഗൈസ്, പാസ്പോർട്ട് പാസ്പോർട്ട് മാത്രം മതി. കാശുണ്ട് ഇപ്പുറത്ത് വേറെ കാശ്. ഓയ്യോ, ശിശനി 这里是拆了，没人要你的钱包。ഇത് ചൈനയാണ്. ഇവിടെ ഒരുത്തരും നിന്റെ പേഴ്സും വാലറ്റും ഒന്നും വേണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ അടിച്ചത് വെറുതെയാണ്. അത് ഇവിടെ തന്നെ ഇരിക്കും.
എവിടെയും പോകത്തില്ല എന്നാണ് അവര് പറഞ്ഞത്. 你的所有东西你掉在哪里，所以一直在那里。 ആ എവിടെ വെച്ചോ അത് അവിടെ തന്നെ ഇരിക്കുന്നാണ് പറഞ്ഞത്. എന്തായാലും സാധനം കിട്ടി. ഇനി ഇവര് എന്ത് തേങ്ങ പറഞ്ഞാലും കുഴപ്പമില്ല. ഡയലോഗ് ഉണ്ടാവും അത് കേട്ടോ. ടീം മാനേജർ തന്നെ പാസ്പോർട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റ്. എന്താ സാനിയിലെ ദാദോങ്ങായ് ബീച്ചിൽ നമ്മൾ എടുത്ത അപ്പാർട്ട്മെന്റ് ഞാൻ കാണിച്ചു തരാം. ഒരു ഹെവി ലിവിങ് ഏരിയ ആണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്കുള്ള ടവൽസും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല അടിപൊളി സോഫ, ഇവിടെ ഒരു സ്ക്രീന്, നമ്മുടെ പ്രൊജക്ടറിന്റെ സ്ക്രീനാണ്. അവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. അപ്പൊ രാത്രി നമുക്ക് മൂവി ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഹെവി വ്യൂ ആണ്. ദാദോങ്ങായ് ബീച്ചിന്റെ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു മിനി ഡൈനിങ് ഏരിയ ഉണ്ട്. അതിലൂടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണിനകത്ത് ഡിഷ് വാഷർ, അതുപോലെ റൈസ് കുക്കർ, സ്റ്റൗ എല്ലാം ഉണ്ട്. ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. 2 തരം അവനുണ്ട്, OTGയും അവനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യമുള്ള കിച്ചൺ ഉണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ മാറി മാറിയുള്ളൊരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട്. ഇതൊരു കിഡ്സ് റൂമാണ്, മിനി റൂമാണ്, രണ്ടുപേര് കിടക്കാം. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു ബെഡ്റൂം നല്ല വ്യൂ ഉണ്ടോ, അടിപൊളി വ്യൂ ആണ് ബീച്ചിന്റെ. അതേപോലെ ഇവിടുത്തെ ഇനി എൻ്റെ ഭവനായുടെയും മെയിൻ ബെഡ്റൂം ഇതാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് ബെഡ്റൂം ഉണ്ട്. അവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബാൽക്കണിയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി വ്യൂ ഓഫ് ദാദോങ്ങായ് ബീച്ച്. ഫുൾ ഈ ഒരു ബീച്ച് ഏരിയ മൊത്തം ഒരറ്റം മുതൽ ഒരറ്റം വരെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ നടക്കുന്ന വാട്ടർ സ്പോർട്സും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് ദാദോങ്ങായ് ബീച്ച്. ഈ ഒരു അപ്പാർട്ട്മെന്റിന് നമ്മൾ ചെലവാക്കിയത് ഒരു ദിവസത്തിന് വെറും 8,000 രൂപയാണ്. ഇന്ത്യൻ മണി 8,000 രൂപയാണ്. നാട്ടിലൊരിക്കലും എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വെറും ഇങ്ങനെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ബീച്ചിലേക്ക് വെറും 200 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അടിപൊളി. നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും ഡോർ ലോക്ക് ആവുന്നില്ല. മൊത്തത്തിൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. അതിലേ സ്റ്റാറ്റസ് ഒക്കെ കണ്ട ആൾക്കാരെ കണ്ടാൻ തോന്നുന്നു. എന്തോ ഒരു പിടുത്തുണ്ട് യാത്രയിൽ. അതെ, അത് ആദ്യം തന്നെ മനസ്സിലായി. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഈ യാത്രയിൽ നമ്മൾ നമുക്ക് വളരെ അല്ലേ. ഇതൊക്കെ ലോകത്തെ എവിടെയും വിചാരിക്കുന്ന ഒരു പ്രശ്നം, ഈ ഡോർ ലോക്ക് ആവത്തൊക്കെ. തുറക്കാൻ പറ്റില്ല. ഗൈസ്, അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. എങ്ങനെയാണ് ദാദോങ്ങായ് ബീച്ചിലെ താമസം ഉണ്ടത്? അവിടെ കടകളൊക്കെ ഉണ്ടോ? ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബീച്ച് ഷാക്സ്. അങ്ങനെ അധികം ആളുകളൊന്നുമില്ല, ഭയങ്കര ഓവർ ക്രൗഡഡ് ഒന്നും അല്ല. പക്ഷെ നല്ലൊരു ബീച്ചാണ്. ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൺ ബാത്തിങ് ബെഡുകളും ഒക്കെ ഉണ്ട്. കുറെ വിദേശികളുണ്ട്, എല്ലാം റഷ്യൻസാണ്. റഷ്യൻസിന് എങ്ങനെയോ സാനിയ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്ക് പ്രോപ്പർ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. കറക്റ്റായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ആളുകൾ ദൂരേക്ക് പോകുന്നുണ്ടോ, ഡേഞ്ചർ സോണിൽ കടന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഇവിടെ അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഈ സീ വാട്ടറിൽ സ്വിം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഷപ്പ് ആവാനായിട്ട് നോർമൽ വാട്ടറിൽ
ഫ്രഷപ്പ് ആവാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ പിള്ളേർ വരെ ഇവിടെ കളിക്കുന്നുണ്ട്. നമ്മളെ ഗോവയിലൊക്കെ പോലെ ആ ഒരു ബീച്ച് ടൈം കഴിഞ്ഞാൽ അപ്പോഴേ കുഷ്യൻസ് എല്ലാം പുറത്തോട്ട് വലിച്ചിട്ട് ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ബീർ അടിക്കാനും ഒക്കെ ഉള്ള ഒരു മൂഡിലേക്ക് മാറി. പക്ഷെ ഇവിടെ കുറച്ച് ഏരിയകളുണ്ട്, അപ്പുറത്ത് കുറച്ച് ഏരിയകളുണ്ട്. നമ്മളിനിയിപ്പോൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഹൈനാൻ മാംഗോ 1 കിലോ 50 രൂപ. എങ്ങനെയുണ്ട്? നല്ല മധുരം, അന്ന് കഴിച്ചു നോക്ക്. ഇവിടെ ഫുള്ള് റഷ്യയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ അത്രയും റഷ്യൻ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കണ്ടോ, അതാണ് ഫുള്ള് റഷ്യൻ ലാംഗ്വേജിൽ ഓരോന്നും എഴുതി വെച്ചിട്ടുള്ളത്. നല്ല മധുരമാണ്. നമ്മൾ ഇവിടുന്ന് മാംഗോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് അവിടെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്കാക്കി കവറിലാക്കി തരും. അതിലൂടെ കരിക്കുണ്ട്. കരിക്ക് 100 രൂപ, അതായത് 10 യുവാനാണ്. ഇവിടെ ചക്ക, ദുര്യൻ ചക്കയൊക്കെ ഉണ്ട്. ബേസിക്കലി ഇത് റെസ്റ്റോറൻ്റാണ്, അതിൻ്റെ കൂടെ ഇതും കൂടെ ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് റഷ്യൻസ് ആണ്. ഓ മാൻ, ഇവിടെ റൂമിൽ ഞങ്ങൾ തിരിച്ചെത്തി. നമ്മൾ നേരത്തെ ആക്ച്വലി നല്ല വെളിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും നല്ല വ്യൂ ആണ് ഇപ്പോൾ. ദിസ് ഈവനിങ് വ്യൂ ഈസ് റിയലി ഓസം. അവനയ്യേ എന്താ പറയാനുള്ളത്? എക്സ്ട്രീംലി ഹാപ്പി. ഇവിടെ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് ജീവിക്കണോ അങ്ങനെ ജീവിക്കാം, വളരെ കുറഞ്ഞ രീതിയിൽ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ജീവിക്കണോ അങ്ങനെ ജീവിക്കാം. കാര്യം എന്ന് പറഞ്ഞാലേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണല്ലോ. പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇപ്പം പട്ടായയിൽ പോയാൽ ഭയങ്കര ബഹളമായിരിക്കും. ആളുകളും വണ്ടികൾ തിക്കി തിരക്കി ഭയങ്കര ബഹളമായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമാണ്. ഇവർ ചൈനക്കാരെ വേറെ സ്വഭാവം എന്ന് പറയുമോ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് അതിവിടെ നടക്കാതിരിക്കാൻ നോക്കും. അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അവരെടുക്കും. സത്യം പറയാൻ നമ്മൾ ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ കാലം ജീവിച്ച് മരിച്ചിട്ടൊരു കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇതുപോലൊക്കെ ഒന്ന് വന്ന് ചില്ല് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഒരു അർത്ഥമില്ലാണ്ടായി. ഇത് പറയുമ്പോഴത്തേനും അടിയിൽ കമന്റ് വരും, അതിന് കാശ് നീ തരുമോ, നിന്റെ പാപ്പ തരുമോ, ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കയ്യിലെല്ലാം അത്രയും കാശ് ഉണ്ടായിട്ടല്ല. അതെ, ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് കയറുന്നതിന്റെ അന്ന് ഉച്ചവരെയും എല്ലാരും ജോലിക്ക് പോയിട്ടാണ് രാത്രി ഫ്ലൈറ്റ് കയറുന്നത്. അപ്പം അതുപോലെ എല്ലാവരും ജോലിയൊക്കെ എടുത്ത് കുറെയൊക്കെ സേവ് ചെയ്ത് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക. പിന്നെ ചൈന നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. ചൈനയിൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സാനിയ എന്ന് പറഞ്ഞത് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല. പൊതുവെ ചൈനയിൽ വരുന്ന ആളുകൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക, വിലയിരുത്തുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുക. അപ്പം ചൈനയെ സംബന്ധിച്ച് ഡൗട്ടുകളുള്ള ആളുകൾ അതുപോലെ ചൈനയിൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, പിന്നെ ചൈനയിൽ പോകുമ്പോൾ എന്തൊക്കെ കരുതിയിരിക്കണം, അതുപോലെ ചൈനയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനൊരു മെയിൽ ID അതിനകത്ത് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇന്ന സാധനം ഇറക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഒരു ഫാക്ടറി ആയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കണ്ടുപിടിച്ച് അതിൻ്റെ വിലയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണെങ്കിലും നമുക്ക് ശ്രമിക്കാം. ഈ പറഞ്ഞ പോലെ യൂലോ അല്ലെങ്കിൽ ഷെൻജനിലോ. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പോയി ഫാക്ടറികളൊക്കെ കണ്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ടൂറിസം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇന്ന് എല്ലാവരും തിരിച്ചു കയറി ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു കയറി ഒന്ന് ഫ്രഷപ്പായി. ഇനിയിപ്പോൾ പുറത്തുപോയി എന്താ പരിപാടി? പുറത്തുപോയി തെണ്ടിത്തിരിയാ.
ഒന്ന് സാനി മൊത്തം ഒന്ന് കാണണം. നടന്ന് കാണാം. അപ്പൊ ആ ബീച്ച് ചേർന്ന് അങ്ങനെ നടക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുക. ഇവിടെ ഒരു അമ്മച്ചി ബെറീസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ജ്യൂസ് കണ്ടു. ഇവിടെ ഒക്കെ റഷ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട് കാണാം. അവനെ ഈ ക്ലൈമറ്റ്, ഈ ചൂട് വേറൊരു കോസ്റ്റൽ ഏരിയയിലും കിട്ടൂല. മൈൽഡ്ലി കൂടി. ഇവിടെ ഇപ്പോ അതായത് ഇത് സ്പ്രിംഗ് ആണ്, പക്ഷെ എങ്കിലും ചൂട് വളരെ കുറവാണ്. ഒരു മൈൽഡ് ചെറിയൊരു തണുപ്പും ഇപ്പം രാത്രിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമാധാനത്തിൽ പുറത്തിറങ്ങി നടക്കാം. ഇത് ഷിൻജിയാങ് ആണ്. ഇഷ്ടംപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കൊറേ അര കിലോ 10 യുവാൻ. ഒരെണ്ണം ഇത് 2.5 ജിന്നുണ്ട്. 2.5 ജിന്ന പറയുമ്പോ എത്ര? 1.4 കിലോ ഉണ്ട്. 1 കിലോന് 200 അല്ലേ? എല്ലാ കടകളിലും കേറി നോക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന സാധനങ്ങള് ഇരുന്ന് ഇത് ഭവനെ നേരത്തെ പറഞ്ഞതാണ്. ഈ കട അടിപൊളിയായിരിക്കും. എന്തൊക്കെയുള്ളത്? മുത്തുച്ചിപ്പി എന്നാണ്, ചിപ്പിയൊക്കെ ഉണ്ട്. കടല വറുത്തതിന് 150 രൂപ ഉള്ളൂ. ഇതാ കത്രിക എടുത്തോണ്ടിട്ടോ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ 0% കൊടുക്കുന്നേ. ലോട്ട്സ് ഓഫ് പുച്ഛം. കാരണം എന്താ അറിയോ, ഞാൻ എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ ഇവ എന്റെ അടുത്ത് പറഞ്ഞല്ല നീ വരില്ല. അപ്പോഴും ഞാൻ പറയണത് നീ അല്ല, പക്ഷെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കാരണം കൊണ്ട് എന്താണ്ടാവുന്ന വെച്ചാൽ ഇനി ഒരുപാട് ആൾക്കാർ ചൈന ആണ്, പ്രത്യേകിച്ച് ചൈനയിൽ പഠിച്ച ആൾക്കാർ. പവനാട് ചേട്ടൻ നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ചാണ്. പക്ഷെ എത്ര കൊല്ലം മുന്നേടാ? 10 കൊല്ലം. ഫസ്റ്റ് ബാച്ച് 2003 ബാച്ചാണ്. ചൈനക്ക് തിരിച്ചു വരണം എന്ന് കുറെ കാലം അവർ പറയുന്നു. പക്ഷെ ഇതുവരെയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ട്രിപ്പ് കണ്ടതിന് ശേഷം അവർക്ക് വരണം എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി കുറെ ആളുകൾക്ക് വരാൻ തോന്നട്ടെ എന്നാണ് നമ്മുടെ. അപ്പൊ ഇത്രയും നമ്മൾ കഴിച്ചപ്പോ എത്രയായി? 166 yen. 1600. 1600. അവനായി ഒരു സ്ക്വിഡ് പറഞ്ഞു നോക്കി. ഒക്ടോപസാ? എരിവുണ്ടാവും. ഉഷാറ്. ഓക്കെ, നമ്മള് വൈകിട്ട് വന്ന ബീച്ചാണിത്. ഇവിടെ ഇപ്പോഴും ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ കാൻഡിൽ നൈറ്റ് ഡിന്നർ ഒരുത്തനവിടെ നിന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ പൊതുവെ നമ്മള് ഒരു മറ്റുള്ള ഭയങ്കര ബീച്ച് എന്താ പറയാ, ഫോർ ബീച്ച് ഫേമസ് സിറ്റികളെ പോലെ ഭയങ്കര ഫുൾ ടൈം ഓണല്ല. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങിയ പോലെയാണ്. നാളെ നമുക്ക് ആ ഐലൻഡിൽ പോകണം. ആ ഐലൻഡിൽ പോവാം. ഈ ഒരു പബ്ബിൽ മാത്രം രാത്രി ഇപ്പോഴും ഓണാണ്.
നമ്മളെ എത്ര നേരമായിരുന്നു അറിയാം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സമയം ഇപ്പോൾ 1:30. നമ്മൾ ആ ബീച്ചൊക്കെ ഇങ്ങനെ കുറേ സൈഡിൽ കൂടെ ആ ഷാക്കിൻ്റെ അവിടെ കൂടെ ഒക്കെ പോയി തിരിച്ച് വന്ന് സ്ട്രീറ്റിൽ കൂടെ വന്ന് ഇതേ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നു. ഒരുത്തനും ചോദിക്കുന്നില്ല നീ എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന്, കഞ്ചാവാണോ എന്താണ് അവിടെ പരിപാടി, ഒന്നുമില്ല. കച്ചറ ഉണ്ടാക്കി പിടിച്ച് അകത്തിടും, അതാണ് കാര്യം. പക്ഷെ അതിന് നമ്മളാരും നിൽക്കില്ല. പക്ഷെ നാട്ടിലങ്ങനെയല്ല, നല്ലോനെയും ചീത്തോനെയും ഒക്കെ പിടിച്ച് ചൊറിയും. ചോദിക്കും. അതെ, ഇതൊന്നുമില്ല. ഇതിപ്പോ ഒരു ഫുൾ ഓൺ സിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണേ ഓക്കെ. ഇതങ്ങനല്ല, എല്ലായിടത്തും എല്ലാവരും ഉറങ്ങി, കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു പ്രശ്നമല്ല, അത് നമുക്ക് ഉപയോഗിക്കാതെ ടിഷ്യൂ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് പോയിക്കണ ആള്. അങ്ങനെ അവിടുന്ന് കബാബൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 2 മണിയായപ്പോൾ നമ്മൾ റൂമിൽ പോവാൻ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഇവിടെ വന്നപ്പോൾ വീണ്ടും കബാബ്സ്, ചെറിയൊരു തട്ടുകട. ഇത് ഇവരാണ് എൻ്റെ മുതലാളി. അപ്പോൾ ഉടനെ നമ്മൾ കുറച്ച് ഐറ്റംസ് പറഞ്ഞു അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി ചീപ്പാണ്. ആ ബീഫിൻ്റെ പീസൊക്കെ 12 രൂപയുള്ളൂ. അതുപോലെ ചിഞ്ചങ്കു, എന്താ പറയുക, അതെ ഈ സാധനം ഇതാണ് ചിഞ്ചങ്കു, ഭയങ്കര ടേസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഓർഡർ ചെയ്ത് പോയി. ഇത് ഇലക്ട്രിക് വണ്ടി കേട്ടോ. ഇതൊരു ചെറിയ വണ്ടിയിലാണ് ഈ ഒരു തട്ടുകട സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരി. അങ്ങനെ ഇവിടെ നൂഡിൽസൊക്കെ ഉണ്ട്. ഇതൊരു തരം നൂഡിൽസ് പോലത്തെ ഒരു സാധനമാണ്. ഇത് നൂഡിൽസാണ് ഇവിടെ. പക്ഷേ ഫ്രൈഡ് നൂഡിൽസ് അല്ല, അവിടെ കാണുന്ന ഒരു സൂപ്പ് പോലത്തെ സാധനം കണ്ടോ. ആ സൂപ്പിനകത്തിട്ടിട്ട് ഈ വെജിറ്റബിൾസും ഈ നൂഡിൽസും കൂടി ഇട്ടിട്ട് തരിക ചെയ്യാം. അത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് മുട്ടയാണ്, അതുപോലെ ഇത് ബീഫ്, ചിക്കൻ, കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളൊരു പിടുത്തല്ല. പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നിക്കണോ, എല്ലാം വന്നിട്ടുണ്ട്. മുളക് വാരി ഇടുകയും ചെയ്തിട്ടുണ്ട്. നാളത്തെ അവസ്ഥ എല്ലാം കഴിഞ്ഞിട്ടേ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ ആൾക്കാരാ പിന്നെ ഇരുന്നു ഇവിടെ. ഇനി റൂം എത്ര ഇനിയൊരു കബാബ് കട കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പം അവിടെ ഇരിക്കും. പക്ഷെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രസട്ടോ അല്ലേ. എല്ലാ ടെൻഷനിൽ നിന്നും മാറി നമ്മൾ വീണ്ടും ആ പഴയ കോളേജ് ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതായിരുന്നു സത്യത്തിൽ കോളേജ് ലൈഫ്. അതെ. സോ ഗൈസ്, അങ്ങനെ സാനിയിൽ നമ്മളെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. കുറേ കറങ്ങി തിരിഞ്ഞ് കുറേ ഫുഡ് അടിച്ച് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. അപ്പം ഇന്നത്തേക്ക് ബൈ ബൈ. നാളെ കാണാം. നാളെ സാനിയയിൽ നമ്മളിപ്പോൾ ഇനി പ്ലാൻസ് ഒന്നുമില്ല, കാരണം വിചാരിച്ച പ്ലാനുകളൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോൾ നാളെ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഉള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ബൈ.